മാത്സിലാണ് മാർക്ക് കുറഞ്ഞത്. അതിനുശേഷം ഞാൻ മറ്റേ എക്സാം വേറെ ഉണ്ടായിരുന്നു, ഇംപ്രൂവ്മെന്റ് എക്സാം, അത് ചെയ്തില്ലേ? അത് പോയി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പാസ്സായി ഒരു സർട്ടിഫിക്കറ്റായി കിട്ടി സാർ. പിന്നെ ഞാൻ ഉദയം കോളേജിൽ പഠിച്ചു, +1+2. ഹ്യൂമാനിറ്റീസ് ആണോ സയൻസ് ആണോ? എന്തായാലും ജീവിതം ഇവിടം വരെ എത്തിച്ചു. ഇപ്പോൾ പുതിയൊരു ജോലി കിട്ടി, മാരേജ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെയൊക്കെ തന്നെ. പഠിച്ചവരും പഠിക്കാത്തവരും എല്ലാം പോലെ തന്നെയാണ്. അത്ര തന്നെ പഠിച്ചവർ കോളേജിലൊക്കെ നല്ല നല്ല ഡിഗ്രി പഠിച്ചിട്ട് PSC ലിസ്റ്റിലുണ്ടായിട്ട് എടുക്കാതെ നിരാശരായവരുണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം ജോലി പഠിച്ച് അങ്ങനെ ഒരു നിലയിൽ എത്തുന്നത് നല്ലൊരു കാര്യമല്ലേ ബാലൻ? എന്നെ ഇവിടെ അറിയപ്പെടുന്ന പേര് ശ്രീജിത്ത് എന്നാണ്. ബാലിന് മറ്റൊരു പേരായി ശ്രീജിത്ത് ഉണ്ടോ? കാരണം അതെന്താ അങ്ങനെ? സാറ് 7ാം ക്ലാസ്സില്ല 6ാം ക്ലാസ് വരെ എനിക്ക് ആ പേരായിരുന്നു. എൻ്റെ മുത്തശ്ശൻ്റെ പേര് എന്നും നിലനിൽക്കാൻ വേണ്ടിയായിരുന്നു എൻ്റെ വലിയമ്മമാരെല്ലാം. മുത്തശ്ശൻ്റെ പേര് ശ്രീജിത്ത് നായർ, ബാലകൃഷ്ണൻ നായർ. അല്ല, എനിക്ക് മറ്റേ അവിടെ പഠിക്കുമ്പോൾ ബാലൻ എന്നോട് എപ്പോഴും പറയും വീട്ടിലൊരു കൊള്ളു ചമ്മന്തി ഉണ്ടാക്കും. അങ്ങനെ ഞാനത് ഓർക്കാറുണ്ട്. ഇവിടുത്തെ കറികൾ ഞാൻ കഞ്ഞി ചാർജ് ആയപ്പോഴേ എന്നോട് പറഞ്ഞു ഇവിടുത്തെ കറികളൊന്നും ഇഷ്ടമാവില്ല, വീട്ടിൽ മല്ലി ചമ്മന്തി നല്ലതായി, അമ്മയുടെ അടുത്ത് ഒരു വെറൈറ്റി ആയിട്ട് ഈ പുതിന ചമ്മന്തി അറിയുന്നുണ്ടോ? പുതിന ചമ്മന്തി, തേങ്ങ ചേർക്കാത്ത പുതിന ചമ്മന്തി വളരെ നന്നായിട്ട് മുസ്ലിംമാരൊക്കെ നന്നായിട്ട് പുതിനയും കറുവപ്പലിയും മല്ലിയിലും ഒക്കെ ഇട്ടിട്ട് അല്ലേ? തേങ്ങയൊക്കെ ഊട്ടയിലൊരു പോസ്റ്റ് ഓഫീസ് പിരിക്കുന്ന താത്തി ഉണ്ടായ്മ അതേപോലെ ഉണ്ടാക്കി പുളിയെല്ലാം ചേർത്ത്. നമുക്കിപ്പോൾ ഇപ്പോൾ ചോറിന് കൂടെ ഒരു കറി ആവശ്യമില്ല, അത്രയും നന്നായിട്ട് ചെയ്യും. അല്ല, തമിഴ്നാട്ടിലെ റാവുത്തർ ബിരിയാണിക്കാരൊക്കെ ബിരിയാണിയുടെ കൂടെ ഇത്തിരി പുതിന ചമ്മന്തിയും കൊടുക്കാറുണ്ട്. ഞാൻ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ് സാർ. അപ്പോൾ വർക്ക് സിംഗാനെല്ലൂർ അവിടെയാണ് വർക്ക്. ഞാൻ ഒരിക്കൽ മറ്റേ ഡ്രോയിങ് മാഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു, രാമകൃഷ്ണൻ സാർ. അദ്ദേഹത്തിന് ഒരു ഹായ് പറയൂ സാറേ. ഹായ്. എന്താ അദ്ദേഹത്തിന്? അല്ല, ആള് അവിടെ ഉണ്ട്, അവിടെ തന്നെ എല്ലാ സ്ഥലവും അറിയുവാണ്. ഇപ്പൊ ഇവിടെ പുതിയ വീടൊക്കെ വെച്ചിട്ടുണ്ട്, അവിടെ എല്ലാ സ്ഥലവും അറിയാം ആൾക്ക്. ആളിനെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ടായിരുന്നു. മഴ വരുന്ന ബയോളജി എടുത്ത സുജാത ടീച്ചറാണോ ലക്ഷ്മി ദേവി ടീച്ചറാണോ? ലക്ഷ്മി ദേവി ടീച്ചറാണ്. നന്നായിരുന്നു. ടീച്ചറിനെ ഭയങ്കര പേടിയാണ്. ലക്ഷ്മി ദേവി ടീച്ചർ പേടിയായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി അനിത ടീച്ചറാണോ മറ്റേ സീനി ടീച്ചറാണോ? എനിക്ക് മധുമതി ടീച്ചറാണ് സാറേ. മധുമതി ടീച്ചർക്ക് ഒരു ഹായ് പറയോ? ടീച്ചർ ഒരു പാവ ടീച്ചറാണ്. എന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല അവര്. മധുമതി ടീച്ചർക്ക് ഒരു ഹായ് പറയാമോ? ടീച്ചർ ഹായ്. എന്നെ മെയിൻറ്റെയിൻ ചെയ്യില്ല അവര്, ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കില്ല. അവർ വന്ന് ക്ലാസ് എടുത്തിട്ട് പോകും, അത്ര തന്നെ. മധുമതി ടീച്ചർ എന്നെ ഒന്നിനും പങ്കാളിയാക്കിയില്ല. എങ്കിലും നന്നായിട്ട് പോസ്റ്റിന്റെ കാര്യത്തിൽ ടീച്ചർ നന്നായിട്ട് ചെയ്യുക. ടീച്ചർ ലെസന്റെ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി ചെയ്യില്ലേ? അതുപോലെ അല്ല, ജോലിയുടെ കാര്യത്തിൽ ടീച്ചർ പക്ക നന്നായിട്ട് ചെയ്യുമല്ലോ. അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല കോച്ചിങ് ക്ലാസ് എല്ലാ കാര്യങ്ങളും ചെയ്യും. ടീച്ചർ നല്ല സ്പീഡാണ് എല്ലാത്തിലും, പട്ടോന്ന് പറഞ്ഞിട്ട് പോകും. നമുക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നു. അല്ലാതെ ശരിക്കും എന്നെ നന്നായി പറഞ്ഞു തന്നത് മറ്റേ ഗോകുമാർ സാറാണ്. ഞങ്ങളിലേക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ആൾക്ക്, ഞങ്ങളൊക്കെ ജയിക്കും. എന്നിട്ട് സാറിന് ഭയങ്കര പേടിയായിരുന്നു. മുമ്പ് 7ാം ക്ലാസ്സിൽ സാറായിരുന്നു അവർ, ആ സാറ്. അപ്പോൾ സാറ് നമുക്ക് മാത്സിന് വരുന്നു പറഞ്ഞപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ സാറ് ഞങ്ങളടുത്ത് ഭയങ്കര ക്ലോസായി. സാറ് ക്ലോസായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വെളിയിലിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ മാത്സിൽ പോയി സാർ. അതിൽ ഏറ്റവും വലിയ എല്ലാം ജീവിതത്തിൽ ഇനി എല്ലാം ആയില്ലേ? ഇപ്പോൾ എന്തായാലും അതിൽ ഞാൻ പാസ്സാക്കി എടുത്തു. ഇപ്പോൾ ബൈക്ക് മാത്രമേ ഉള്ളൂ, കാറോ അങ്ങനെ വല്ലതും? ഇല്ല സാറേ, ബൈക്ക് മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചറിൽ കാറൊക്കെ വാങ്ങിക്കാം. അവിടെ വർക്ക് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്ന് ഇവിടെയും തുടങ്ങാമല്ലോ, ഒരു ബ്രാഞ്ച് പോലെ അല്ലേ? ഇവിടെ എന്തൊരു പഴയ സ്റ്റുഡൻറ്റ് സജീവ് ചെയ്യുന്നുണ്ട് കേട്ടോ, അലുമിനിയം ഫാബ്രിക്കേഷൻ. ഇവിടെ കടം കിട്ടലാണ് ടെക്നിക്കല്ല, ഇവിടെ കുറച്ച് കാശ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഫിനാൻസിൻ്റെ ഒരു കമ്പനിയിലാണ് സാർ. ഫൈനാൻസിൻ്റെ ഒരു കമ്പനി തമിഴന്മാർ ഈ എന്താണ് ഈ അമ്രാമ്പാളയം ആ സൈഡ് ഇവിടെ നിന്ന് കുറേ പക്ക തമിഴന്മാർ ഇവിടെ വന്ന് ഫൈനാൻസ് ചെയ്യുന്നു. അത് ഈ വണ്ടി ഫിനാൻസിൻ്റെ സാറേ, വണ്ടിയുടെ PSC പമ്പിൻ്റെ ഓപ്പോസിറ്റ്, ഇവരൊക്കെ തമിഴ്മാരാണ്. അവിടെ ഇപ്പം എന്തൊക്കെ ഉണ്ട്? അവിടെ ഹോം നഴ്സ് ഉണ്ട്, പ്രൈവറ്റ് സെക്യൂരിറ്റി ഉണ്ട്, ആയമാരുണ്ട്, എല്ലാ കാര്യങ്ങളും പ്രൈവറ്റ് ജോബ് കൊടുക്കലുണ്ട്. അതിന് പുറമെയാണ് ഫൈനാൻസ് എല്ലാം ഉണ്ട് അവിടെ. അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് സന്തോഷ് സാർ HMനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഹായ് പറയാമോ? എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല, എങ്കിലും സാർക്ക് ഒരു ഹായ് പറയാമോ? അപ്പോൾ